നമസ്കാരം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളം വിധിയെഴുതി. പാലക്കാട്, ആലത്തൂർ, തൃശൂർ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് ഭേദപ്പെട്ട പോളിംഗ്. കൊടും ചൂടിലും ജനം ആവേശത്തോടെ ബൂത്തുകളിലെത്തി. ജയപ്രതീക്ഷയോടെ വിവിധ മുന്നണി സ്ഥാനാർത്ഥികൾ. വോട്ടെണ്ണൽ ജൂൺ 4-ന്. രാജ്യത്തെ മതനിരപേക്ഷതയുടെ കാതൽ ഇടതുപക്ഷമെന്ന് മന്ത്രി എം ബി രാജേഷ്. എഴുതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന മുദ്രാവാക്യം ജനങ്ങൾ ആവേശത്തോടെ ഏറ്റെടുത്തു. കേരളത്തിൽ ഇടതുതരംഗമെന്ന് ആലത്തൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ. തൃശൂരിൽ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും LDF ലീഡ് ചെയ്യുമെന്ന് VS സുനിൽകുമാർ. പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ BJP അപമാനകരമായ ശ്രമം നടത്തിയെന്നും ആരോപണം. 20 സീറ്റിലും LDF വിജയിക്കുമെന്ന് പൊന്നാനി മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസ. പാലക്കാടിന്റെ മതേതര മനസ്സ് രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താൻ കാത്തിരിക്കുകയാണെന്ന് VK ശ്രീകണ്ഠൻ. പാലക്കാട്ട് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി വിഭാഗീയതയുണ്ടാക്കുന്ന CPM BJP ശൈലി അത്യന്തം അപകടകരമെന്ന് ഷാഫി പറമ്പിൽ. വടകരയിൽ ജനങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും ഷാഫി. ആലത്തൂരിൽ LDF സ്ഥാനാർത്ഥി അക്രമരാഷ്ട്രീയത്തിന് മൌനാനുവാദം നൽകിയെന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. വികസനത്തിന്റെ രാഷ്ട്രീയത്തിനൊപ്പമെന്ന് ഇത്തവണ പാലക്കാടൻ ജനത പ്രഖ്യാപിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. LDFിലെയും UDFിലെയും ഒരു വിഭാഗം പാലക്കാട്, വടകര മണ്ഡലങ്ങളിൽ ഉണ്ടാക്കിയ രഹസ്യധാരണ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ NDAക്ക് ഗുണകരമാകും. പ്രചരണ വാഹനത്തിൽ മാരകായുധങ്ങളുമായി വോട്ടുപിടിക്കാനിറങ്ങിയ ഇടതുപക്ഷത്തെ ആലത്തൂരിലെ ജനങ്ങൾ പാഠം പഠിപ്പിക്കുമെന്ന് NDA ലോക്സഭാ മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. പറളി തേനൂർ പുല്ലേപ്പറമ്പ് കോളനിയിലേക്കുള്ള നടപ്പാത പൊളിക്കാനുള്ള റെയിൽവേ ശ്രമം നാട്ടുകാർ തടഞ്ഞു. നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത് റെയിൽവേ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടപ്പാതയിലെ സ്ലാബുകൾ നീക്കാൻ ശ്രമിക്കുന്നതിനിടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രവൃത്തി നിർത്തിവെച്ച് ഉദ്യോഗസ്ഥർ മടങ്ങി. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയായ ഡയാലിസിസ് സെന്റർ ഇനിയും തുറന്നില്ല. ആവശ്യമായ യന്ത്രങ്ങൾ എത്താത്തത് പ്രതിസന്ധിയായി. യന്ത്രങ്ങൾ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട്. ഡയാലിസിസ് സെന്റർ നിർമ്മിച്ചത് MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 99 ലക്ഷം രൂപ ചെലവിൽ. വാർത്തകൾ വിശദമായി. കേരളം വിധിയെഴുതി. ഭേദപ്പെട്ട പോളിംഗാണ് സംസ്ഥാനത്തുണ്ടായത്. ആലത്തൂർ, പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. ലഭ്യമായ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രചരണ രംഗത്ത് നിറഞ്ഞുനിന്ന ആവേശം വോട്ടർമാർ ഏറ്റുപിടിച്ചപ്പോൾ പോളിംഗ് ബൂത്തുകൾ നിറഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 77.67 ആയിരുന്നു കേരളത്തിലെ പോളിംഗ് ശതമാനം. ഇത്തവണ വൈകുന്നേരം 3 മണിയോടെ തന്നെ പോളിംഗ് വിവിധ മണ്ഡലങ്ങളിൽ 55 മുതൽ 60% വരെ എത്തിയിരുന്നു. വൈകുന്നേരം 6 മണിക്ക് ശേഷവും സംസ്ഥാനത്ത് പല ബൂത്തുകളിലും വോട്ടർമാരുണ്ടായിരുന്നതിനാൽ ഈ ബൂത്തുകളിൽ വൈകിയാണ് പോളിംഗ് പൂർത്തിയായത്. ഇതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ വൈകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ നേരിയ വർധനവ് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കൊടും ചൂടിലും പാലക്കാട്, ആലത്തൂർ മണ്ഡലങ്ങളിൽ ആവേശത്തോടെയാണ് ജനങ്ങൾ പോളിംഗ് ബൂത്തുകളിൽ എത്തിയത്. ജില്ലയിൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. രാവിലെ മോക്ക് പോളിന് ശേഷം കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് തുടങ്ങി. ആദ്യ മണിക്കൂറുകളിൽ വൻ തിരക്കാണ് വിവിധ ബൂത്തുകളിൽ ദൃശ്യമായത്. 11 മണിക്ക് ശേഷം പല പോളിംഗ് കേന്ദ്രങ്ങളിലും തിരക്ക് കുറഞ്ഞെങ്കിലും വൈകുന്നേരം 3 മണി കഴിഞ്ഞതോടെ വീണ്ടും പോളിംഗ് കനത്തു. ഭേദപ്പെട്ട പോളിംഗ് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് UDF, LDF, NDA മുന്നണികൾ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി താലൂക്കിലെ തൃത്താല, പട്ടാമ്പി മണ്ഡലങ്ങളിൽ ഇത്തവണയും ഭേദപ്പെട്ട പോളിംഗ് ശതമാനം രേഖപ്പെടുത്തി. മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ടനിര അനുഭവപ്പെട്ടെങ്കിലും പോളിംഗ് മന്ദഗതിയിലായിരുന്നു. ചില ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. കേരളത്തിൽ LDF തരംഗമുണ്ടാകുമെന്നും രാജ്യത്ത് ഇന്ത്യ സഖ്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. 1 മാസത്തോളം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം വെള്ളിയാഴ്ച ജനം വിധിയെഴുതി. പട്ടാമ്പി താലൂക്കിലെ തൃത്താല, പട്ടാമ്പി മണ്ഡലങ്ങളിൽ ഇത്തവണയും ഭേദപ്പെട്ട പോളിംഗ് ശതമാനം രേഖപ്പെടുത്തി. 2 മണ്ഡലങ്ങളിലും 321 ബൂത്തുകളിലായാണ് പോളിംഗ് നടന്നത്. മിക്ക ബൂത്തുകളിലും രാവിലെ മുതൽക്കു തന്നെ നീണ്ട നിര അനുഭവപ്പെട്ടെങ്കിലും വോട്ടിംഗ് മന്ദഗതിയിലായിരുന്നു. പലരും 1 മണിക്കൂറിലധികം നേരം ക്യൂ നിന്നാണ് വോട്ടിംഗ് രേഖപ്പെടുത്തിയത്. രാവിലെ കാരക്കാട്ടെ എയ്ഡഡ് മാപ്പിള അപ്പർ പ്രൈമറി സ്കൂളിലെ 137 നമ്പർ ബൂത്തിലെത്തി മുഹമ്മദ് മുഹസിൻ MLA വോട്ട് രേഖപ്പെടുത്തി. 1 മണിക്കൂറിലധികം നേരം കാത്തുനിന്നാണ് MLA വോട്ട് രേഖപ്പെടുത്തിയത്. കേരളത്തിൽ LDF തരംഗം ഉണ്ടാകുമെന്നും രാജ്യത്തെ ഇന്ത്യ മുന്നണി സഖ്യം അധികാരത്തിൽ വരുമെന്നും മുഹമ്മദ് മുഹസിൻ MLA മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഒരു ഇടത് തരംഗം തന്നെ കേരളത്തിലുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം
ഫാസിസ്റ്റ് വാഴ്ചയ്ക്കെതിരായിട്ടുള്ള ഏറ്റവും ആത്മാർത്ഥവും ആയിട്ടുള്ള ബദൽ, വിശ്വസിക്കാവുന്ന ബദൽ ഇടതുപക്ഷമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും എന്നതിൽ സംശയമില്ല. പാലക്കാടും സഖാവ് എ വിജയരാഘവൻ വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കും. തുടർന്ന് മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിലും MLA സന്ദർശിച്ചു. വാരണാസി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 143 നമ്പർ ബൂത്ത്, ഞാങ്ങാട്ടിരി AUP സ്കൂളിലെ 107 നമ്പർ ബൂത്ത് തുടങ്ങി ചില ബൂത്തുകളിൽ രാവിലെ വോട്ടിംഗ് മെഷീൻ തകരാറിലായിരുന്നു. പിന്നീട് പ്രശ്നം പരിഹരിച്ച് വോട്ടിംഗ് ആരംഭിക്കാനായി. താലൂക്കിൽ പ്രശ്നബാധിത ബൂത്തുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും പൊതുവെ സമാധാനപരമായി പോളിംഗ് നടത്താനായി. ആർഒമാരായ സച്ചിൻ കൃഷ്ണ, ഉഷ, ഷൊർണൂർ DYSP ഹരിദാസൻ എന്നിവർ വിവിധ ബൂത്തുകളിൽ സന്ദർശനം നടത്തി കാര്യങ്ങൾ വിലയിരുത്തി. പട്ടാമ്പി താലൂക്കിലെ തൃത്താല മണ്ഡലത്തിൽപ്പെട്ട ഞാങ്ങാട്ടിരി UP സ്കൂൾ, മേഴത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ 5 ബൂത്തുകൾ വീതം ഒരുക്കിയത് വോട്ടർമാർക്ക് ഏറെ പ്രയാസമായി. പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മണ്ഡലം കൂടിയാണ് തൃത്താല. സാധാരണ ഒരു കേന്ദ്രത്തിൽ 3 ബൂത്തുകളാണ് സജ്ജീകരിക്കാറുള്ളത്. എന്നാൽ 5 ബൂത്തുകൾ വന്നതോടെ വോട്ടർമാരും മറ്റും ഏറെ പ്രയാസത്തിലായി. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസും നന്നേ പാടുപെട്ടു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ പൂങ്കുന്നത്തെ 30-ാം നമ്പർ പോളിംഗ് ബൂത്തിൽ തർക്കത്തെ തുടർന്ന് ഏറെ നേരം പോളിംഗ് തടസ്സപ്പെട്ടു. 45 വോട്ടുകൾ ഈ ബൂത്തിൽ അനധികൃതമായി ചേർത്തിട്ടുണ്ടെന്ന് ആരോപിച്ചായിരുന്നു തർക്കം. അനധികൃതമായി ചേർത്തിയ വോട്ടുകളിൽ 1 വോട്ട് ചെയ്തെന്നും 2 വോട്ടുകൾ ചെയ്യാനായി രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയെന്നും ആരോപിച്ചായിരുന്നു തർക്കം. വിവാദം നിലനിൽക്കുന്ന വോട്ടുകൾ ടെൻഡർ വോട്ടാക്കണമെന്ന LDF UDF പ്രതിനിധികളുടെ ആവശ്യം പ്രിസൈഡിംഗ് ഓഫീസർ അംഗീകരിക്കുന്നില്ലെന്നും ഇരുമുന്നണികളും ആരോപിച്ചു. ഞാൻ CPM-ന്റെ പ്രതിനിധിയാണ്, ഗിരീഷ് കോൺഗ്രസ് ആണ്. ഞങ്ങൾ 2 പാർട്ടിക്കാരും എഴുതി കൊടുത്ത് BLOനെ കൊണ്ടുവന്ന് അത് ഐഡന്റിഫൈ ചെയ്താണ്, സ്ഥലത്തില്ലാത്ത ആളെന്നുള്ള ഐഡന്റിഫൈ ചെയ്ത് എഴുതി കൊടുത്താണ്. ഇന്നലെ തഹസിൽദാരും വില്ലേജ് ഓഫീസറും അത് വോട്ട് ഡിലീറ്റ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞാണ്. ആ വോട്ടാണ് ഇപ്പോൾ ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസർ എടുക്കുന്ന നിലപാട് ശരിയല്ല. വോട്ടെടുപ്പ് തന്നെ തടസ്സപ്പെടുന്ന രീതിയിലാണ് പോകുന്നത്. ഞങ്ങൾക്ക് വോട്ടെടുപ്പ് തടസ്സപ്പെടുത്താൻ ആഗ്രഹമില്ല, പക്ഷേ കള്ളവോട്ട് തടയണം എന്നുള്ളത് നിർബന്ധമാണ്. ഒടുവിൽ ജില്ലാ കളക്ടറും സബ് കളക്ടറും ഉൾപ്പെടെ എത്തിയാണ് തർക്കം പരിഹരിച്ച് വോട്ടിംഗ് പുനരാരംഭിച്ചത്. അതേസമയം കള്ളവോട്ട് എന്ന പേരിൽ ആളുകളെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് BJP തൃശൂർ ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ വോട്ടിംഗ് കേന്ദ്രത്തിലെത്തി പ്രതിഷേധിച്ചു. പ്രിസൈഡിംഗ് ഓഫീസർ കുറെ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ കാലത്ത് മുതൽ ഇവിടെ മാറ്റി നിർത്തിയിറക്കാണ്. ഞങ്ങൾ ചോദിക്കുന്നത് അവരുടെ പേര് വോട്ടർ ലിസ്റ്റിൽ അവരുടെ പേരുണ്ട്, അവരുടെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ട്. ഒരു ഐഡന്റിറ്റി ഡിസ്പ്യൂട്ട് ഇവിടെ ഇല്ല. പിന്നെ എന്തിന്റെ പേരിലാണ് വോട്ട് ചെയ്യാൻ അനുവദിക്കാത്തത്? പക്ഷെ കളക്ടർ ഇപ്പോൾ വന്ന് പറഞ്ഞു വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരിൽ എല്ലാവരും വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നു. ഞങ്ങൾ അവരോട് ചോദിക്കുന്നത് എന്താണ് അനുവദിക്കാത്തത്? ഞങ്ങളുടെ ഇന്നത്തെ കൗൺസിലർ ആയിരുന്ന രാവുണ്ണിയേട്ടന്റെ അനിയന്റെ മക്കളെയാണ് തടഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ സ്ഥലത്തെ കൗൺസിലറുടെ അനിയന്റെ മക്കളെ. ഇവിടെ എന്ത് ഐഡന്റിറ്റി ഡിസ്പ്യൂട്ടാണുള്ളത്? ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാടിന്റെ മതേതര മനസ്സ് രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താനാണ് കാത്തിരിക്കുന്നതെന്ന് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ. പാലക്കാട്ട് ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം VK ശ്രീകണ്ഠൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വോട്ട് രേഖപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്തുന്ന ബീപ്പ് ശബ്ദം പുറത്തുവരാൻ സമയമെടുക്കുന്ന കാര്യം പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് VK ശ്രീകണ്ഠൻ പറഞ്ഞു. രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള ഈ തെരഞ്ഞെടുപ്പിൽ മതേതര മനസ്സുള്ള പാലക്കാട് UDFനൊപ്പം അടിയുറച്ചു നിൽക്കുമെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. UDFന്റെ ഭൂരിപക്ഷം വൻതോതിൽ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ പോയപ്പോൾ അവിടെ ബട്ടൺ പ്രസ് ചെയ്ത് ഏറെ സമയം കഴിഞ്ഞിട്ടാണ് സൗണ്ട് വരുന്നത്. അപ്പം അത് പോളിംഗ് ഓഫീസറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളെല്ലാവരും വോട്ട് ചെയ്യുകയാണ്. കേരളം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ വോട്ട് നോക്കിക്കാണുന്നത്. ഇന്ത്യയിലൊരു ജനാധിപത്യ മതേതര സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷവും. അതുകൊണ്ട് പാലക്കാടും അതിനോടൊപ്പം നിൽക്കും. മതേതര മനസ്സാണ് പാലക്കാട്. തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയാണ് കേരളം മുതൽ UDFന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. ഭൂരിപക്ഷം തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാളും വളരെയധികം ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. രാവിലെ 7 മണിയോടെ
ഭാര്യ KA തുളസിക്കൊപ്പം എത്തിയാണ് ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ VK ശ്രീകണ്ഠൻ വോട്ട് രേഖപ്പെടുത്തിയത്. 1 മണിക്കൂറോളം ക്യൂവിൽ നിന്നാണ് ഇരുവരും വോട്ട് ചെയ്തത്. ഷൊർണൂർ മേഖലയിലെ വിവിധ ബൂത്തുകളിൽ രാവിലെ 6 മണി മുതൽ തന്നെ വോട്ടർമാരുടെ നിര കാണാമായിരുന്നു. 7 മണിക്ക് വോട്ടിംഗ് ആരംഭിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന വോട്ടർമാരെ നേരിട്ട് പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ച് വോട്ട് ചെയ്യിച്ചു. കടുത്ത പോലീസ് സുരക്ഷയാണ് ഓരോ ബൂത്തുകളിലും ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രാജ്യത്തെ മതനിരപേക്ഷതയുടെ കാതൽ ഇടതുപക്ഷമാണെന്ന് മന്ത്രി MB രാജേഷ്. കൈലിയാട് KVUP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാലക്കാട് മണ്ഡലത്തിൽ A. വിജയരാഘവൻ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന മുദ്രാവാക്യം എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും MB രാജേഷ് പറഞ്ഞു. 1 മണിക്കൂറോളം ക്യൂവിൽ നിന്നാണ് മന്ത്രി വോട്ട് രേഖപ്പെടുത്തിയത്. വിജയം കേരളത്തിലുണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന മുദ്രാവാക്യം ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ഒരു ബദൽ മതനിരപേക്ഷ സർക്കാരിൻ്റെ കാതൽ എന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിനുണ്ടാവുന്ന കരുത്ത് മാത്രമേ ഉറച്ച ഒരു മതനിരപേക്ഷ ഗവൺമെന്റിനെ ഉറപ്പാക്കുകയുള്ളൂ. കൈലിയാട് KVUP സ്കൂളിലെ 131 നമ്പർ ബൂത്തിലായിരുന്നു മന്ത്രിക്ക് വോട്ട്. ചളവറ പഞ്ചായത്ത് പ്രസിഡന്റ് E. ചന്ദ്രബാബു, E. വിനോദ് കുമാർ, സഹോദരൻ MB ബ്രിജേഷ് എന്നിവർക്കൊപ്പമെത്തിയാണ് മന്ത്രി വോട്ട് രേഖപ്പെടുത്തിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും ഇടത് തരംഗമുണ്ടാകുമെന്ന് ആലത്തൂർ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണൻ. ചേലക്കര നിയോജക മണ്ഡലത്തിലെ തോന്നൂർക്കര AUP സ്കൂൾ 75 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവെ LDFന് അനുകൂലമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പായിരിക്കും. പൊതുവെ അങ്ങനെയുള്ള ട്രെൻഡാണ് കാണുന്നത്. ഇപ്പോൾ ഈ ആലത്തൂർ മണ്ഡലത്തിലും വലിയ രീതിയിലുള്ള പോളിംഗ് നടക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളൊരു വിധിയെടുപ്പായിരിക്കും ആലത്തൂരും ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വാഹനത്തിൽ മാരകായുധങ്ങളുമായി സമീപ ബൂത്തുകളിൽ നിന്നുമെത്തിയ അണികളെ അറിയില്ലെന്ന് പറഞ്ഞ LDF സ്ഥാനാർത്ഥി ഇതിലൂടെ അക്രമരാഷ്ട്രീയത്തിന് മൗനാനുവാദം നൽകിയിരിക്കുകയാണെന്നും ഇതിനുള്ള മറുപടി ആലത്തൂരിലെ ജനങ്ങൾ നൽകുമെന്നും UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വിവിധ പോളിംഗ് ബൂത്തുകളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ രമ്യ ഹരിദാസ് STV ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വലിയ ആവേശത്തിൽ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കണ്ണൂർ പോലെ അല്ലെങ്കിൽ ആ പ്രദേശങ്ങൾ പോലെ ബോംബും ആയുധങ്ങളുമായിരിക്കുന്ന ഒരു പ്രദേശമാക്കി മാറ്റുന്നതിന് ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിലേക്ക് ആയുധം ശേഖരിച്ചതായിട്ട് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചു. പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്, അത്തരം ക്രിമിനലുകളുമായിട്ടൊക്കെ ബന്ധമുള്ള ആളുകളെ ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ വേറൊരു കാര്യം പറയാൻ പറ്റുന്നത്, ഇത്രയധികം എത്രയോ വർഷക്കാലം MLAയും മന്ത്രിയും ഒക്കെ ആയിരുന്ന ഒരാൾ സ്വന്തം നാട്ടിലെ സ്വന്തം ബൂത്തിലെ പ്രവർത്തകരെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയുധം ഒളിപ്പിച്ച ആളുകൾക്ക് വേണ്ടി പിന്തുണച്ചത് വളരെയധികം ഞെട്ടലോട് കൂടിയിട്ടാണ് ഞങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് ആലത്തൂർ പാർലമെന്റ് മണ്ഡലവും ചേലക്കര നിയോജകമണ്ഡലത്തിലെ ആളുകളും അത് കണ്ടത്. ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാകുമെന്നുള്ളത് തന്നെയാണ്. LDFിലെയും UDFിലെയും ഒരു വിഭാഗം വടകരയിലും പാലക്കാട്ടുമുണ്ടാക്കിയ രഹസ്യധാരണ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ NDAക്ക് ഗുണകരമാകുമെന്ന് സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. പാലക്കാട് കൽപ്പാത്തി സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു C. കൃഷ്ണകുമാർ. വിവാദങ്ങളെയും നുണപ്രചരണങ്ങളെയും പാടെ അവഗണിച്ച് വികസനമെന്ന കേന്ദ്രബിന്ദുവിലൂന്നിയാണ് NDA പ്രചരണം നടത്തിയത്. വികസനത്തിന്റെ രാഷ്ട്രീയം പാലക്കാടിന് സ്വീകാര്യമാണെന്നും ഇത്തവണ വൻ ഭൂരിപക്ഷത്തോടെ NDA വിജയിക്കുമെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. സാധാരണക്കാർക്കായിട്ടുള്ള നിരവധി പദ്ധതികളെല്ലാം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ പാലക്കാട് ഇതുവരെ ലഭിക്കാത്ത അത്രയും വികസന പ്രവർത്തനം കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ അത് ഇത്തവണ NDAക്ക് വലിയ അനുകൂല ഘടകമായിട്ട് പാലക്കാടും കേരളത്തിലും മാറും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് തൃത്താല മണ്ഡലങ്ങളിലുണ്ടായ UDF LDF ധാരണയ്ക്ക് സമാനമായി ഇത്തവണ ഇരു മുന്നണികളിലെയും ഒരു വിഭാഗം പാലക്കാട്ടും വടകരയിലും രഹസ്യധാരണയുണ്ടാക്കിയിട്ടുണ്ട്. ഒരു മുൻ മന്ത്രിയാണ് ഇതിന് ചുക്കാൻ പിടിച്ചത്. ഈ രഹസ്യധാരണയിൽ അസംതൃപ്തരായ LDFിലെയും UDFിലെയും വലിയൊരു വിഭാഗം മാനസികമായി NDAക്കൊപ്പമാണെന്നും പാലക്കാട്ട് താമര വിരിയാനാണ് ഇവർ കാത്തിരിക്കുന്നതെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. കഴിഞ്ഞ തവണ പാലക്കാടും തൃത്താലയും തമ്മിലുണ്ടാക്കിയ അതേ ധാരണ ഈ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ UDFന് അനുകൂലമായിട്ടും പാലക്കാട് LDFന് അനുകൂലമായിട്ട്
ഒരു മുൻ മന്ത്രിയുടെയും ഒരു ഇപ്പോൾ നിലവിലുള്ള മന്ത്രിയുടെയും നേതൃത്വത്തിൽ ഒരു രഹസ്യധാരണയുണ്ടായി. ആ രഹസ്യധാരണ ഇത്തവണ CPM-ലെയും UDF-ലെയും അതൃപ്തരായിട്ടുള്ള ആളുകൾ NDAക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനുള്ള ഒരു ഘടകമായിട്ട് മാറുന്നത് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി വിഭാഗീയതയുണ്ടാക്കുന്ന ഇടതുരീതി അപകടകരമാണെന്ന് ഷാഫി പറമ്പിൽ. വടകരയിലെ ജനങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. പാലക്കാട് മണപ്പുള്ളിക്കാവ് GLP സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി എന്ത് ഹീനമായ മാർഗങ്ങളും LDF സ്വീകരിക്കുമെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. LDF-ഉം NDA-യും വിഭാഗീയത സൃഷ്ടിച്ച് വോട്ട് പിടിക്കാനാണ് ശ്രമം നടത്തിയത്. കേരളത്തിൽ ഇത് നടക്കില്ല. വളരെ ഹീനമായ മാർഗങ്ങൾ തേടുകയാണ്. തെരഞ്ഞെടുപ്പിൽ ജയം തോൽവി അവിടെ നിൽക്കട്ടെ, പക്ഷെ നാട്ടിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കിയാൽ വിഭജിക്കാൻ എളുപ്പമാണ്, ഒരുമിപ്പിക്കാനാണ് പ്രയാസം. അപ്പൊ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ജനങ്ങളെ തമ്മിൽ വേർതിരിവ് നടത്തിയ അതിന്റെ പ്രയാസങ്ങൾ സമൂഹത്തിൽ പിന്നീട് ഉണ്ടാകും. മതേതരത്വം ഉയർത്തിപ്പിടിച്ചാണ് UDF തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണിത്. കേരളത്തിൽ UDF-ന് ചെയ്യുന്ന ഓരോ വോട്ടും രാജ്യത്തെ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ വീണ്ടെടുക്കാനുള്ള ആയുധമാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. സമാധാനമാണ് വടകരയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ബോംബിനും കൊട്ടേഷനുമെതിരെ അവർ വിധിയെഴുതുമെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. ഇന്നത്തെ വർഷം രാജ്യത്തെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ചൂടൊക്കെ സഹിക്കാം, ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് ലേക്ക് പോകുന്ന ഓരോ മലയാളിയും ചിന്തിക്കേണ്ടത് ഇന്ത്യ മഹാരാജ്യത്തെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും രാജ്യത്തെ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ വീണ്ടെടുക്കാൻ ഏറ്റവും വലിയ കരുത്തായി മാറും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF 20 സീറ്റും നേടുമെന്നും പൊന്നാനിയിലും ആലത്തൂരിലും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം വിജയിക്കുമെന്നും പൊന്നാനി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസ. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ തൊഴിൽപ്പാടം അംഗൻവാടി 53 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അവിടെ വലിയ പ്രതീക്ഷയുണ്ട്, ഇവിടെ അതിനൊക്കെ പ്രതീക്ഷയുണ്ട്. രണ്ടും ഇടതു മുന്നണി. കേരളത്തിൽ ഒരു ഇടത് അനുകൂല തരംഗം ദൃശ്യമാണ്. കാരണം ബാബരി തകർച്ചയ്ക്ക് ശേഷം നടന്നൊരു തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നത് 93 ഒറ്റപ്പാലം ബൈ ഇലക്ഷൻ ഉണ്ടായി. 93 KR നാരായണൻ മരിച്ചതിന് ശേഷം ഒഴിവ് വന്ന തെരഞ്ഞെടുപ്പിലുണ്ടായ ആ വിജയമായിരിക്കും ഇതിന് വരാൻ. തൃശൂരിൽ LDF മികച്ച വിജയം നേടുമെന്ന് VS സുനിൽകുമാർ. 7 അസംബ്ലി മണ്ഡലത്തിലും LDF ലീഡ് ചെയ്യും. ഒരു ആശങ്കയുമില്ലെന്നും VS സുനിൽകുമാർ പറഞ്ഞു. പണം കൊടുത്ത് പാവപ്പെട്ടവരെ സ്വാധീനിക്കാനുള്ള അപമാനകരമായ ശ്രമമാണ് തൃശൂരിൽ BJP നടത്തിയത്. BJP പ്രവർത്തകർ വിതരണം ചെയ്ത പണത്തിന്റെ ഉറവിടം പരിശോധിക്കണം. പണം വിതരണം ചെയ്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. മണ്ഡലത്തിന് പുറത്തുള്ളവരെ വ്യാജ അഡ്രസ്സുകളിൽ വോട്ടർ പട്ടികയിൽ ചേർത്തു. ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉൾപ്പെടെ വോട്ടർ പട്ടികയിൽ ചേർത്ത് കൃത്രിമം നടത്തി. വ്യാജ അഡ്രസ്സിലുള്ള വോട്ടുകൾ പോളിംഗ് ബൂത്തിൽ ചലഞ്ച് ചെയ്യും. BJP കരുതുന്ന പോലെ പണം കൊടുത്ത് വോട്ട് വാങ്ങി അല്ലെങ്കിൽ വോട്ട് കൊടുക്കുമെന്ന് പറയുന്ന നാണം കെട്ട സമീപനം ഇവിടുത്തെ വോട്ടർമാർക്കില്ല. ഇത് സത്യം പറഞ്ഞാൽ ഈ ഇലക്ഷന്റെ എല്ലാ എത്തിക്സിനെയും BJP ഇവിടെ ലംഘിച്ചിരിക്കുകയാണ്. അതിനുള്ള കനത്ത പരാജയം അല്ലെങ്കിൽ കനത്ത തിരിച്ചടി BJPക്ക് ഇവിടെ കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇത് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്, പിന്നെ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്മേൽ കർക്കശമായ അന്വേഷണം ഉണ്ടാവണം. അത് ഈ പൈസ കൊടുത്ത സോഴ്സ് എവിടെ നിന്നാണ്? പല സ്ഥലങ്ങളിലും ഇപ്പോൾ കിറ്റുകൾ വിതരണം ചെയ്യുന്നു. എല്ലാം BJPക്കാരാണ്. കേരളത്തിൽ വയനാട്ടിലും പല സ്ഥലങ്ങളിലും കിറ്റുകൾ വിതരണം ചെയ്യുന്നു. കണ്ടെയ്നറുകളിൽ പിന്നെ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള കിറ്റുകൾ വിതരണം ചെയ്യും. ഇതൊക്കെ മറ്റ് സ്റ്റേറ്റുകളിൽ ഉണ്ടായിരുന്ന പ്രവണത. കോർപ്പറേറ്റുകളുടെ 10,000-കണക്കിന് കോടി രൂപ കയ്യിലിരിക്കുന്ന BJP ഇലക്ഷനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. തൃശൂരിൽ LDF മികച്ച വിജയം നേടുമെന്നും VS സുനിൽകുമാർ പറഞ്ഞു. അസംബ്ലി മണ്ഡലങ്ങളിലെല്ലാം LDF ലീഡ് ചെയ്യും. ഒരു ആശങ്കയുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പിച്ചാത്തി തിളക്കമാണ് രാധാകൃഷ്ണന്റെയും ഇടതുപക്ഷത്തിന്റെയും വിജയത്തിന്റെ ഉറവിടമെന്ന് NDA ആലത്തൂർ ലോക്സഭാ മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. മാരകായുധങ്ങൾ അകമ്പടി വാഹനത്തിൽ കൊണ്ടുനടന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണനാണെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഈ തിരഞ്ഞെടുപ്പോടെ ചിഹ്നം നഷ്ടപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടി വടിവാൾ പാർട്ടിയായി മാറുന്ന സ്ഥിതിയാണ്. തിരഞ്ഞെടുപ്പ് കാലയളവിൽ മാരകായുധം കൊണ്ടു നടക്കുന്നത് കേസെടുക്കാൻ വകുപ്പുള്ളതാണെന്നിരിക്കെ പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. AKG സെന്ററിൽ നിന്ന് പറയുന്നത് അതേപടി അനുസരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. പരാജയഭീതിയിൽ അക്രമം അഴിച്ചുവിടാനുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നത്. ഈ വിഷയത്തിൽ നീതിപൂർവമായ അന്വേഷണം ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടെന്ന് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അവർ തന്നെ പറഞ്ഞു, മരപ്പട്ടിയേക്കാൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് യോജിക്കുക വടിവാളാണ്. ഒരു വടിവാൾ പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിന് അധപ്പതിക്കുകയാണ്. ഇന്ന് കാണുന്ന ഈ മുഖ്യമന്ത്രി, ഇന്ന് കാണുന്ന മന്ത്രിമാരൊന്നും അടുത്ത കാലത്ത് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു വടിവാൾ മന്ത്രിയായി രാധാകൃഷ്ണൻ മാറുന്നു, ഒരു വടിവാൾ പാർട്ടിയായി CPM മാറുന്നു. ഇത് അപലപനീയവും മ്ലേച്ഛവുമാണെന്ന് ഞാൻ പറഞ്ഞു. ജുത്സാവഹമാണ്. ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറാവണം. മന്ത്രി മറുപടി പറയണം. രാധാകൃഷ്ണൻ ഇതിന് മറുപടി പറയണം. മേഖലാ സെക്രട്ടറി സുധീഷ് മേനോത്തുപറമ്പിൽ, മണ്ഡലം പ്രസിഡന്റ് PS കണ്ണൻ, PR രാജ്കുമാർ, TC പ്രകാശൻ, K ബാലകൃഷ്ണൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പത്മജ വേണുഗോപാൽ തൃശൂർ പൂങ്കുന്നം ഹരിശ്രീ വിദ്യാനിധി സ്കൂളിലെ 30-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. സുരേഷ് ഗോപി മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് വോട്ട് ചെയ്ത ശേഷം പത്മജ മാധ്യമങ്ങളോട് പറഞ്ഞു. താൻ സഹോദരിയല്ലെന്ന് പറഞ്ഞ മുരളീധരന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലെന്നും പത്മജ വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. ഗോപിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ്. അപ്പോൾ അത്രയും അല്ലെങ്കിൽ ഇത്രയും ഒരു തിരക്ക് എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ 18 വയസ്സ് തൊട്ട് വോട്ട് ചെയ്ത് തുടങ്ങിയതാണ്. കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു തിരക്ക്. അവർക്കൊരു ആവേശമാണ്. വയ്യാത്തവരും വടി കുത്തി പിടിച്ചവരും അവിടെ ഇരുന്നിട്ടൊക്കെയാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരത്തിനാണ് എനിക്കിത് മനസ്സിലായത്. ഇത് മുഴുവൻ സുരേഷ് ഗോപിക്ക് പോകാനുള്ളതാണ്. ഞാൻ സുരേഷ് ഗോപി ജയിക്കും എന്ന് 100% പറയുന്നു. ബാക്കി നിങ്ങൾക്ക് ആലോചിക്കാം. അപ്പോൾ പിന്നെ സുനിൽകുമാർ ജയിക്കുമെന്ന് ചോദിക്കണം, K മുരളീധരൻ. അത് കണ്ടട്ടാ. ചേട്ടൻ നോക്കാൻ പറ്റില്ല. ചേട്ടൻ വീട്ടിലാണ്. ചേട്ടനും അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ. ആര് ജയിക്കും എന്നുള്ള ഞാൻ ജോത്സ്യം നോക്കിയില്ല. അത് പഠിക്കുന്ന സമയത്ത് ഞാൻ പറയാം. ഇപ്പോഴത്തെ എനിക്ക് ആൾക്കാരുടെ ഞാൻ പറയാൻ പോണം. മുഴുവൻ കേൾക്കണം. നിങ്ങൾക്ക് ഈ ഇടയ്ക്കറി പറഞ്ഞ് വെറുതെതാക്കാൻ ഞാൻ പറയാൻ പോയത്. ഞാൻ ഇവിടെ പലരോടും സംസാരിച്ചപ്പം സുരേഷ് ഗോപിയാണ് ഒന്നാമത് നിൽക്കുന്നത്. അതും വിചാരിക്കുന്നതിലും കൂടുതൽ മുകളിലാണെന്ന് പറയുന്നുണ്ട്. ഇല്ല, സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇപ്പോൾ ഇതെന്താ അദ്ദേഹത്തിന് അസുഖമായി കിടക്കും അങ്ങനെയൊന്നും അല്ലല്ലോ. അദ്ദേഹത്തിന് എൻ്റെ അച്ഛനും അമ്മയും ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരെൻ്റെ കുടുംബത്തിലാണ് എന്ന് വെച്ചിട്ട് എൻ്റെ പ്രസ്ഥാനം വേറെയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞു. DIC പോയപ്പോൾ ഞാൻ എന്താ ചെയ്തത്. പരാജയഭീതിയിലായ LDF അക്രമം അഴിച്ചുവിട്ട് സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി UDF. ചേലക്കരയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു UDF ഭാരവാഹികൾ. LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ പ്രചരണ പരിപാടിയിലെ വാഹനത്തിൽ മാരകായുധങ്ങൾ കരുതിയിരുന്നത് CCTV ക്യാമറയിൽ നിന്ന് വളരെ വ്യക്തമായി കാണുന്നുണ്ട്. സംഭവം പുറത്തു വന്നപ്പോൾ തടിയുരുവാൻ വേണ്ടി ബാലിശമായ വാദങ്ങളാണ് CPM നടത്തുന്നത്. സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ വിശദീകരണം കേട്ടാൽ തന്നെ നിഷ്പക്ഷരായ ആളുകൾക്ക് കാര്യം മനസ്സിലാകുമെന്നും UDF ഭാരവാഹികൾ പറഞ്ഞു. ഇതൊരു സാധാരണ ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുപ്പ് മഹോത്സവം നടക്കുന്ന സമയത്ത് ആർക്കെതിരെയാണ് ഇത്തര ആയുധശേഖരം ഈ CPM നേതൃത്വത്തിൽ K രാധാകൃഷ്ണൻ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം പുറത്തു വരണം. അതിന് ഏതറ്റം വരെ പോകാനും UDF സംവിധാനം അതിനുവേണ്ടി ഉപയോഗിക്കും. അവസാനിക്കുന്നതാണ്. നമ്മളിപ്പോൾ വടകരയിൽ കണ്ടതില്ല. അവസാനം ജയിക്കാൻ വേണ്ടി നടത്തുന്ന ഏറ്റവും വലിയ ഇത്രയും ആയുധശേഖരം. ആരാണ് ഇത്രയും വലിയ വടിവാൾ കൊണ്ട് കഴുങ്ങു മുറിക്കാൻ പോകുന്നത്? കഴുങ്ങു മുറിക്കുന്ന തൊഴിലാളികളൊക്കെ നമുക്ക് എല്ലാവരും കാണുന്നത് തന്നെയാണ്, നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഇത്രയും വലിയ വടിവാളും പിന്നെ കാറ് മറച്ചിട്ടൊക്കെ കഴുങ്ങു മുറിക്കാൻ പോയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഒരു 2 നമ്പർ മാത്രമേ അതിനുള്ളൂ, ബാക്കിയുള്ളതൊക്കെ കൊടി കൊണ്ട് മറച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിലാണ്. പിന്നെ അത് അനുഗമിക്കുന്ന ഒരു വണ്ടി കൂടിയാണ്. ആ വണ്ടി ഏതാണെന്നും അതിലെ ആളുകൾ ഏതാണെന്നും ഒക്കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അറിയില്ല എന്നാ പറയുന്നത്. അപ്പൊ ദുരൂഹതയാണ് മൊത്തത്തിൽ. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ്മാരായ PM മനീഷ്, PI ഷാനവാസ്, UDF ആലത്തൂർ പാർലമെന്റ് കമ്മിറ്റി കൺവീനർ PM അമീർ, TK സെയ്തലി, E വേണുഗോപാല മേനോൻ, TM കൃഷ്ണൻ, PK മുരളീധരൻ, T ഗോപാലകൃഷ്ണൻ, വിനോദ് പന്തലാടി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. മണ്ണൂർ, ലക്കിടി, മങ്കര പഞ്ചായത്തുകളിൽ വോട്ടിംഗ് സമാധാനപരം. രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായി. മാതൃകാ പോളിംഗ് ബൂത്തുകളിൽ പന്തൽ സൗകര്യവും കുടിവെള്ളവും ഒരുക്കി ഉദ്യോഗസ്ഥർ.
മണ്ണൂർ കിഴക്കമ്പറം സ്കൂളിൽ സജ്ജീകരിച്ച പോളിംഗ് സ്റ്റേഷനിലെ 130 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് അരമണിക്കൂർ വൈകിയാണ് വോട്ടിംഗ് ആരംഭിച്ചത്. നമ്മുടെ ഇവിടെ പൊതുവെ വോട്ടിംഗ് ശതമാനം രാവിലെ തന്നെ ക്രമാതീതമായി വർദ്ധിക്കുന്നത് എല്ലാ വോട്ടർമാരും അതിരാവിലെ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി നിറന്ന വലിയൊരു ക്യൂ ആണ് പ്രകടമാകുന്നത്. അത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യം. അതോടൊപ്പം തന്നെ നമ്മൾ 130 ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ ഒരു ഭാഗപ്പിഴവ് ഉണ്ടായിരുന്നു, ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അത് ക്ലിയർ ചെയ്ത് വോട്ടിംഗ് മെഷീൻ ഉദ്യോഗസ്ഥർ മാറ്റി സ്ഥാപിച്ച് 7:30 നമുക്കിവിടെ പോളിംഗ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി എല്ലാവരും ജനങ്ങൾക്കും സന്തോഷമാണ്. 129 നമ്പർ മാതൃകാ പോളിംഗ് ബൂത്ത് ആയതിനാൽ നാരങ്ങ വെള്ളം, പന്തൽ, ഇരിപ്പിടം എന്നിവയും അധികൃതർ ഒരുക്കിയിരുന്നു. പോളിംഗ് ആരംഭിച്ച ആദ്യ അരമണിക്കൂർ മാത്രമാണ് തിരക്ക് അനുഭവപ്പെട്ടത്. രോഗികൾക്ക് വീൽ ചെയറും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അവസാനമായി വോട്ടർമാരെ നേരിൽ കണ്ടും ബൂത്തുകളും സന്ദർശിച്ച സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലെ പരമാവധി ബൂത്തുകളിലും സ്ഥാനാർത്ഥി കയറിയിറങ്ങി. ഷൊർണൂർ അസംബ്ലി മണ്ഡലത്തിലെ ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലെത്തി രാവിലെ 8:15 വോട്ടിംഗ് രേഖപ്പെടുത്തിയ സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ പിന്നീടെത്തിയത് പട്ടാമ്പി മണ്ഡലത്തിലെ പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഇവിടെ എത്തിയ സ്ഥാനാർത്ഥി ബൂത്തിനുള്ളിൽ കയറി ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് വിവരങ്ങൾ ആരാഞ്ഞു. ഒപ്പം വോട്ടർമാരെയും നേരിൽ കണ്ടു. ഇതിനിടെ 107 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താനെത്തിയ നടൻ ഗോവിന്ദ് പത്മസൂര്യയെയും സ്ഥാനാർത്ഥി കണ്ടു. പിന്നെ ഹരിതകർമ്മ സേനയ്ക്കൊപ്പവും കുട്ടികൾക്കൊപ്പവും സെൽഫി എടുത്ത ശേഷമാണ് സ്ഥാനാർത്ഥി മടങ്ങിയത്. ഇത്തരത്തിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും പരമാവധി ബൂത്തുകളിൽ സന്ദർശിക്കുമെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു. നല്ല ജനപങ്കാളിത്തമാണ്. രാവിലെ 7 മണി മുതൽ വലിയ തോതിലുള്ള ക്യൂ ആണ്. അത് പാലക്കാട്ടെ പ്രത്യേകിച്ച് ചൂടുള്ളത് കൊണ്ടെല്ലാം രാവിലെ വോട്ട് ചെയ്യാനുള്ളതുകൊണ്ട് അറിയില്ല. നല്ല സ്ത്രീജനങ്ങളുടെ ഉൾപ്പെടെ വലിയ പങ്കാളിത്തമാണ്. ജനാധിപത്യം ശക്തിപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. പാലക്കാട് വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾ. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കോട്ടായി മേഖലയിൽ മികച്ച പോളിംഗ്. തരൂർ MLA PP സുമോദ് കോട്ടായി സർക്കാർ ഹൈസ്കൂളിലെ 21 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു. കോട്ടായി, മാത്തൂർ, പെരിങ്ങോട്ടുകുറിശി, കുത്തന്നൂർ മേഖലകളിലെ വിവിധ ബൂത്തുകളിൽ രാവിലെ 7 മണിക്ക് മുൻപ് തന്നെ വോട്ടർമാരുടെ നീണ്ട നിര രൂപപ്പെട്ടിരുന്നു. പൊള്ളുന്ന വെയിലിൽ നിന്ന് രക്ഷ തേടാനായി രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങാമെന്ന കണക്കുകൂട്ടലിൽ പോളിംഗ് ബൂത്തിൽ എത്തിയവരായിരുന്നു അധികവും. ബൂത്തുകളിൽ പ്രായമായവർക്കും രോഗികൾക്കും പ്രത്യേകം പരിഗണന നൽകിയിരുന്നു. തരൂർ MLA PP സുമോദ് കോട്ടായി സർക്കാർ ഹൈസ്കൂളിലെ 21 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഏക യാത്രാമാർഗമായ പറളി പഞ്ചായത്തിലെ തെരൂർ പുല്ലേപ്പറമ്പ് കോളനിയിലേക്കുള്ള നടപ്പാത പൊളിക്കാനായെത്തിയ റെയിൽവേ ഉദ്യോഗസ്ഥരെ തടഞ്ഞ് പ്രദേശവാസികൾ. നടപ്പാതയിലെ കോൺക്രീറ്റ് സ്ലാബുകൾ നീക്കാനായെത്തിയ ഉദ്യോഗസ്ഥർ ഒരു സ്ലാബ് പൊളിച്ചു നീക്കി മറ്റ് സ്ലാബുകൾ നീക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രവൃത്തി നിർത്തിവെച്ച് ഉദ്യോഗസ്ഥർ മടങ്ങി. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പണി പൂർത്തിയായ ഡയാലിസിസ് സെന്റർ ഇനിയും തുറന്ന പ്രവർത്തനം ആരംഭിച്ചില്ല. ആവശ്യമായ യന്ത്രങ്ങൾ എത്താൻ വൈകുന്നതാണ് സെന്റർ തുറക്കാൻ വൈകുന്നത്. യന്ത്രങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായും ഇവ എത്തിയാൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 99 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയോട് ചേർന്ന് തന്നെയാണ് ഡയാലിസിസ് സെന്റർ കെട്ടിടം പണി കഴിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും സെന്റർ തുറന്നു പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. യന്ത്രങ്ങൾ എത്താത്തതാണ് ഇതിനു കാരണം. കഴിഞ്ഞ നവംബറിൽ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി സന്ദർശിച്ച വകുപ്പ് മന്ത്രി ഡിസംബറിൽ തുറക്കുമെന്നാണ് അന്ന് അറിയിച്ചിരുന്നത്. ഇപ്പോൾ 4 മാസം പിന്നിട്ടിട്ടും സെന്റർ തുറന്നില്ല. കെട്ടിടം പണി പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടതിന് ശേഷമായിരുന്നു മന്ത്രിയുടെ വരവ്. യന്ത്രങ്ങൾ എത്തിക്കാത്തതാണ് ഡയാലിസിസ് സെന്റർ തുടങ്ങാൻ കഴിയാത്തതിന് കാരണമെന്ന് നഗരസഭയും ആശുപത്രി അധികൃതരും നഗരസഭാ അധികൃതരും അറിയിച്ചതോടെയായിരുന്നു മന്ത്രിയുടെ ഇടപെടൽ. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ച് നടപടികൾ വേഗത്തിലാക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് അറിയിച്ചാണ് മന്ത്രി അന്ന് ആശുപത്രി വിട്ടത്. മുഹമ്മദ് മുഹസിൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഡയാലിസിസ് സെന്റർ കെട്ടിടത്തിന് 99 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. കുഴൽക്കിണർ, പ്ലംബിംഗ് ജോലികൾ, മോട്ടോർ സ്ഥാപിക്കൽ, ശുചിമുറികളുടെ നിർമ്മാണം തുടങ്ങി ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും കെട്ടിടത്തിൽ ഇതിനകം ഒരുക്കിയിട്ടുണ്ട്. ഇനി യന്ത്രങ്ങൾ കൂടി എത്തിയാൽ സെന്റർ തുറക്കാനാകും. ഡയാലിസിസ് രോഗികൾ ഏറെയുള്ള പ്രദേശമാണ് പട്ടാമ്പി
നഗരസഭയും പരിസര പഞ്ചായത്തുകളും. നിലവിൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്ന ഡയാലിസിസ് രോഗികൾ വലിയ പ്രതീക്ഷയോടെയാണ് സർക്കാർ ആശുപത്രിയിൽ ഡയാലിസിസ് സെൻ്ററിനെ കാത്തിരിക്കുന്നത്. അതേസമയം യന്ത്രങ്ങൾ വൈകാതെ എത്തുമെന്നും എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയതായും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. എത്തിയാൽ ഉടൻ സെൻ്ററിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളം വിധിയെഴുതി. പാലക്കാട്, ആലത്തൂർ, തൃശൂർ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് ഭേദപ്പെട്ട പോളിംഗ്. കൊടും ചൂടിലും ജനം ആവേശത്തോടെ ബൂത്തുകളിലെത്തി. ജയപ്രതീക്ഷയോടെ വിവിധ മുന്നണി സ്ഥാനാർത്ഥികൾ. വോട്ടെണ്ണൽ ജൂൺ 4-ന്. രാജ്യത്തെ മതനിരപേക്ഷതയുടെ കാതൽ ഇടതുപക്ഷമെന്ന് മന്ത്രി എം ബി രാജേഷ്. എഴുതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന മുദ്രാവാക്യം ജനങ്ങൾ ആവേശത്തോടെ ഏറ്റെടുത്തു. കേരളത്തിൽ ഇടതു തരംഗമെന്ന് ആലത്തൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ. തൃശൂരിൽ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും LDF ലീഡ് ചെയ്യുമെന്ന് VS സുനിൽകുമാർ. പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ BJP അപമാനകരമായ ശ്രമം നടത്തിയെന്നും ആരോപണം. 20 സീറ്റിലും LDF വിജയിക്കുമെന്ന് പൊന്നാനി മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസ. പാലക്കാടിന്റെ മതേതര മനസ്സ് രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താൻ കാത്തിരിക്കുകയാണെന്ന് VK ശ്രീകണ്ഠൻ. പാലക്കാട്ട് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി വിഭാഗീയതയുണ്ടാക്കുന്ന CPM BJP ശൈലി അത്യന്തം അപകടകരമെന്ന് ഷാഫി പറമ്പിൽ. വടകരയിൽ ജനങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും ഷാഫി. ആലത്തൂരിൽ LDF സ്ഥാനാർത്ഥി അക്രമരാഷ്ട്രീയത്തിന് മൗനാനുവാദം നൽകിയെന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. വികസനത്തിന്റെ രാഷ്ട്രീയത്തിനൊപ്പമെന്ന് ഇത്തവണ പാലക്കാടൻ ജനത പ്രഖ്യാപിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. LDFിലെയും UDFിലെയും ഒരു വിഭാഗം പാലക്കാട്, വടകര മണ്ഡലങ്ങളിൽ ഉണ്ടാക്കിയ രഹസ്യധാരണ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ NDAക്ക് ഗുണകരമാകും. പ്രചരണ വാഹനത്തിൽ മാരകായുധങ്ങളുമായി വോട്ടുപിടിക്കാനിറങ്ങിയ ഇടതുപക്ഷത്തെ ആലത്തൂരിലെ ജനങ്ങൾ പാഠം പഠിപ്പിക്കുമെന്ന് NDA ലോക്സഭാ മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. പറളി തേനൂർ പുല്ലേപ്പറമ്പ് കോളനിയിലേക്കുള്ള നടപ്പാത പൊളിക്കാനുള്ള റെയിൽവേ ശ്രമം നാട്ടുകാർ തടഞ്ഞു. നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത് റെയിൽവേ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടപ്പാതയിലെ സ്ലാബുകൾ നീക്കാൻ ശ്രമിക്കുന്നതിനിടെ. പ്രതിഷേധത്തെ തുടർന്ന് പ്രവൃത്തി നിർത്തിവെച്ച് ഉദ്യോഗസ്ഥർ മടങ്ങി. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയായ ഡയാലിസിസ് സെന്റർ ഇനിയും തുറന്നില്ല. ആവശ്യമായ യന്ത്രങ്ങൾ എത്താത്തത് പ്രതിസന്ധിയായി. യന്ത്രങ്ങൾ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട്. ഡയാലിസിസ് സെന്റർ നിർമ്മിച്ചത് MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 99 ലക്ഷം രൂപ ചെലവിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.